ജില്ലാ PSC ഓഫീസിന്റെയും ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിന്റെയും ശിലാസ്ഥാപന കർമ്മം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ദേശീയ തലത്തിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് കേരള PSCയുടെ പ്രവർത്തനമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതിക്ക് അനുസൃതമായി സുതാര്യമായ മികച്ച രീതിയിലാണ് സംസ്ഥാന PSC പ്രവർത്തിക്കുന്നത്. 1500-ലധികം സർക്കാർ തസ്തികകളിലേക്ക് നേരിട്ടാണ് PSC നിയമനം നടത്തുന്നത്. 1 കോടിയിലധികം അപേക്ഷകളാണ് ഒരു വർഷം വരുന്നത്. ഒരു വർഷം ശരാശരി 35,000 നിയമനങ്ങൾ PSC മുഖേന നടക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നു. തൊഴിൽ സ്ഥിരതയുള്ള ജോലികളിലേക്ക് പ്രവേശിക്കാൻ അവസരം ഒരുങ്ങുന്നു. ഇത് മറ്റൊരു സംസ്ഥാനത്തിനും അത്ര എളുപ്പമാണ് എന്ന് പറയാൻ കഴിയില്ല. അത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെയും മികവിൻ്റെയും ഭാഗമാണ്. ഇവിടെ സംസാരിച്ചല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിൽ വിവിധ തലങ്ങളിലുള്ള റിക്രൂട്ട്മെൻറ്റ് ബോർഡുകൾ, അത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യരംഗത്താണെങ്കിലും പല മേഖലയിലും നിയമനിർമ്മാണത്തിലൂടെയും അനുബന്ധമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ബോർഡുകളും ആ ബോർഡുകൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ചെയർമാന്മാരും ഒക്കെ പ്രവർത്തിച്ചു വരുന്ന ഘട്ടങ്ങളിൽ നിൽക്കുമ്പോഴും പബ്ലിക് സർവീസ് കമ്മീഷൻ എഴുതി കേരളത്തിൽ ഇക്കാര്യങ്ങൾ പ്രവർത്തനത്തിന് മികവ് പുലർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ്. സ്വന്തമായി കെട്ടിടമാകുന്നതോടെ ജില്ലാ PSCകളുടെ പ്രവർത്തനത്തിൽ കൂടുതൽ കാര്യക്ഷമത കൈവരിക്കാനാകും. കട്ടപ്പനയിൽ സ്ഥലം ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ ഗവൺമെന്റ് ലോ കോളേജ് കട്ടപ്പനയിൽ ആരംഭിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ ചർച്ച നടത്തി. വേനൽ ചൂടിൽ കൃഷിനാശമുണ്ടായവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചതായും ഇതിനായി 10 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം അറിയിച്ചു. കട്ടപ്പനയിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിന് അനുവദിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണം 3 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കട്ടപ്പന നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി, നഗരസഭ കൗൺസിലർമാരായ ജാൻസി ബേബി, സോണിയ ജയ്ബി, PSC അംഗങ്ങളായ വിജയകുമാരൻ നായർ, മിനി സക്കറിയാസ് എന്നിവർ പങ്കെടുത്തു. പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർ L. ബീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. PSC സെക്രട്ടറി സാജു ജോർജ് സ്വാഗതവും PSC ജില്ലാ ഓഫീസർ ഷാജി കച്ചുംബ്രോൻ നന്ദിയും പറഞ്ഞു.